നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ഭാരത് ബെൻസ് ബസ് ഇപ്പോൾ എവിടെയാണ്? മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി 1.05 കോടി രൂപ നൽകി KSRTC വാങ്ങിയ ബസ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. എന്നാൽ സദസ്സ് പൂർത്തിയായ ശേഷം ബസ്സിനെ കുറിച്ച് അധികം വിവരമില്ല. അടുത്തിടെ ബസ്സിന്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വീണ്ടും ചർച്ച സജീവമായിട്ടുണ്ട്. 25 സീറ്റുള്ള ബസ് നിലവിൽ കേരളത്തിലില്ല. കർണാടകയിലോ ബംഗളൂരുവിലോ ഉള്ള വർക്ക്ഷോപ്പിലാണ് ബസ് ഉള്ളത്. നവകേരള സദസ്സ് പൂർത്തിയായതോടെ അടുത്ത നിയോഗമായ ടൂറിസം ട്രിപ്പുകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ബസ്. ഇതിനു മുന്നോടിയായുള്ള മോഡിഫിക്കേഷൻ അടക്കമുള്ള പ്രവൃത്തികളാണ് ബംഗളൂരുവിലെ വർക്ക്ഷോപ്പിൽ നടത്തുന്നത്. KSRTC മുൻ CMD ബിജു പ്രഭാകറാണ് നവകേരള ബസ്സിനെ ടൂറിസം ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ബസ്സിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടി ഉപയോഗപ്പെടുത്താനായിരുന്നു ആദ്യ തീരുമാനമെന്ന് KSRTC ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബസ്സിൽ സ്ലീപ്പർ സീറ്റുകളാണോ സാധാരണ സീറ്റുകളാണോ ഒരുക്കേണ്ടതെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ബസിന്റെ രണ്ടാം മോഡിഫിക്കേഷന് 1.5 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് എന്ന് മീഡിയ വൺ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. ബസ്സിലെ ബാത്റൂം നിലനിർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇരുന്ന കസേര മാറ്റും. മോഡിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതോടെ ബസ് KSRTCയുടെ ബജറ്റ് സെല്ലിന് കൈമാറും. ഫെബ്രുവരി 1 ബസിന്റെ മോഡിഫിക്കേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്.